അപ്പൊ ഇന്ന് എല്ലാ കൂട്ടർക്കും നമ്മുടെ വിശേഷത്തേക്ക് സ്വാഗതം. അതിപ്പോ നാളെ ഉത്രാടാണ്. കാരണം അപ്പോഴേക്കും ഞാൻ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കാച്ചിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് കുറച്ചേരം ലൈവ് ഇട്ടിട്ട് കുറച്ചേരം കിടന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ അമ്മൂട്ടി വിളിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓരോരുത്തർ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണം ഭയങ്കര അതായിരുന്നു കേട്ടോ. നമ്മൾ ക്യാമറമാരെ അവരിവരൊക്കെ വിളിച്ചിട്ട് വേണ്ടപ്പോൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ അമ്മൂട്ടി പറഞ്ഞു ആ ആഗ്രഹം സാധിച്ചു തന്നു. ഞങ്ങൾ അപ്പത്തെ തൊടിയിൽ പോയിട്ട് ഇവിടെ സാരി കൊടുപ്പിച്ച് മേക്കപ്പൊക്കെ കുറച്ച് കിട്ടുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ആ തൊടിയിൽ പോയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ എന്നും പണ്ടില്ലാത്ത പോലെ മഴ അവിടെ പെയ്തു. അതിൽ കുടയെ കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശരി, നമുക്കിവിടെ നല്ലതാട്ടോ. കാരണം പുഴ ഉണ്ട്, പിന്നെ 2 അമ്പലം ഉണ്ട്. അവിടെയൊക്കെ പോലും അടിപൊളിയായിരുന്നു. പക്ഷേ ഈ സമയമല്ലേ, അങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ മഴ. അപ്പോൾ നാളെ മറ്റന്നാളും വയ്യാനും മതിയായിരുന്നു എന്നുവെച്ചാൽ ഓണമായിട്ട്. അപ്പോൾ ഞാൻ പുളി വെള്ളത്തിലിടിച്ചിട്ട് നമ്മൾ കറുത്ത പുളിങ്ങ ഉണ്ടാവും. ഇങ്ങനത്തെ പുളിങ്ങയാണ് ശരിക്കും നമ്മൾ പുളിയിഞ്ചിക്ക് വേണ്ടത്. പക്ഷെ കറുകറേനുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ശർക്കരയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇതെങ്ങനെയാ വെച്ചിട്ടാ ശരിക്കും നമ്മൾ എണ്ണയിൽ വാട്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട്. എണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഇട്ട് അങ്ങനെ. ഞാനിന്ന് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഞാനിന്ന് എങ്ങനെയാ വെച്ചിട്ടാ ഇതൊക്കെ ഇട്ട് വേവിച്ചിട്ട് കുറുക്കി എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ വറുത്തിടുന്നതാണ് കേട്ടോ. കടുകും കറിവേപ്പിലും ചുവന്നമുളകൊക്കെ ഇട്ട് വറുത്തിടുന്നത്. 2 രീതിയിലും ഉണ്ടാക്കാം. അപ്പം ഇന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കണം. അപ്പം അതിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇഞ്ചി പച്ചമുളക് കുറച്ച് ഇട്ടുള്ളൂ. നല്ല എരിവ് വേണ്ട വെച്ചിട്ടേ. അപ്പം എന്നാൽ ഉണ്ടാക്കി വെക്കാലോ വെച്ചിട്ട്. പിന്നെ കേട്ടോ നമ്മൾ ഇത് പഴക്കം ചെന്ന പുളിങ്ങിയാണ്. അപ്പോൾ ആ പുളിഞ്ചിക്ക് കളർ കിട്ടും. അങ്ങനെ ഞാൻ ഈ പുളിങ്ങ ഇതൊക്കെ നോക്കി ഇട്ടിട്ട് സെറ്റായിട്ട് കാണിക്കാം കേട്ടോ. അപ്പേ ഞാനിത് കലക്കി വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ കേട്ടോ നല്ല കുറുന്നലൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് പുളിങ്ങ എടുത്ത് വെച്ചേ. അപ്പം ഇനി ഇതൊന്നതായിട്ട് ഇത് ഫുള്ളെടുക്കുക. 1 കിലോ ശർക്കര കൊണ്ടുവന്ന തികയൊന്നും പറ്റി ഇതൊക്കെ ഇടണം. എന്നിട്ട് അടുപ്പത്താകുമ്പോൾ എന്താ പറയുമോ, നമുക്ക് മെല്ലെ കുറുക്കി എടുക്കാം. പിന്നെ ഇനി ഇത് നല്ലപോലെ കുറുകിയതിന് ശേഷം എന്താ വെച്ചിട്ടാ നമ്മൾ ഉലുവ നല്ലപോലെ വറുത്തിട്ട് പൊടിച്ചിടും. പിന്നെ കടുക് മുളകൊക്കെ വറുത്തിടും. അപ്പം ഞാനിതേ ചട്ടി ചൂടാണെങ്കിൽ തന്നെ കുറേ സമയമാവും. ചട്ടി ഒന്ന് നല്ലപോലെ കത്തി ചൂടാവട്ടെ. എന്നിട്ട് തിളക്കട്ടെ. ഈ പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുമോ, ചൂടാവാൻ നല്ല പാടാണ്. മൺചട്ടിയല്ലേ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ കണ്ടോ, മഴ. തിരുമ്പിയിട്ടില്ല കേട്ടോ. തിരുമ്പാതെയാണ് ഇരിക്കണം. ഇന്നലത്തെ എന്ത് തോന്നുന്നു എന്താ പറയുക. അപ്പോൾ ഒന്ന് സോപ്പിന് പറഞ്ഞു വിടണം. എന്നിട്ട് വേണം തിരുമ്പാൻ. ഇത് പിന്നെ ചൂടായി കിട്ടിയാൽ പിന്നെ അങ്ങനെ മൺചട്ടിയല്ല, നല്ല വേഗം കുറുകി കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നിട്ട് കേട്ടോ. അപ്പം ഭയങ്കര എന്താ അറിയില്ല കേട്ടോ. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഓരോ ആഗ്രഹമായിട്ടോ അപ്പോൾ സാധിച്ചത്. ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയും കാര്യമൊക്കെ ഉള്ള സംഘമല്ലേ. അതേപോലെയാണ് എനിക്ക് രാജേട്ടൻ്റെ എനിക്ക് ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. കല്യാണത്തിന് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ ഒന്നും പൈസേൻ്റെ പ്രശ്നം കാരണം പൈസ ഇല്ലാതൊക്കെ ആയിട്ട് മേടിച്ചിട്ടില്ല. അപ്പം ഞാൻ നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ കാണാൻ അമ്മൂട്ടിയാണ് എന്നെ പുറപ്പെടുത്തൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ ഇട്ടുന്നു. അതുപോലെ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളെ ആഗ്രഹങ്ങൾ ഇനി കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഇത് വേഗം പറ്റുന്നില്ലേ, ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെ കേട്ടോ. നമ്മളെ പുളിയിഞ്ചി ഇനിയും ആയിട്ടില്ല കേട്ടോ. ഇത് എന്താ പറയുക, കുറച്ച് നേരം കുറുക്കി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രാജേട്ടൻ പണി മാറ്റി വന്നു. അപ്പം പിന്നെ തറവാട്ടിൽ പോയി. അമ്മൂടി ചുരിദാർ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഒരു തലേ ദിവസമാണ് ഇതിനൊക്കെ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പം കിട്ടുമോ അറിയില്ല. നാളെ വൈകുന്നേരം ചിലപ്പോൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ പോയി തറവാട്ടിൽ പോയി. അച്ഛനും അമ്മയ്ക്കോ ഓണപ്പട കൊടുത്തു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. അമ്മയ്ക്ക് സെറ്റും മുണ്ട് പറഞ്ഞു. അച്ഛനും ഒരു മുണ്ട് മാത്രമാണ് കൊടുത്തത്, വെള്ള മുണ്ട്. പിന്നെ അതൊക്കെ കൊടുത്ത് താഴെ പോയി അവിടെ ചായ കുടിച്ച് അനിയൻ്റെ വീടില്ലേ അവിടെ പോയിട്ട് പിന്നെ വന്നപ്പോഴും നമ്മുടെ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ. കനയിലിങ്ങനെ ഇതുണ്ടോ കുറുകിയിട്ടില്ല. അപ്പം നോക്കുമ്പോണ്ടല്ലോ ഈ പഴംപുളിങ്ങ അറിയില്ലേ, കറുത്ത പുളിങ്ങായിട്ട് ഭയങ്കര പുളി കൂടുതലാണ്. അപ്പോൾ 1 കിലോ ശർക്കര ഇത്ര ഒന്നും ആയില്ല. അത് പിന്നെ രാജേട്ടൻ അപ്പൂസിനെ കൊണ്ടേ കൊണ്ടിച്ച് കൊണ്ടും
1 കിലോ ഒക്കെ വേണ്ടി വരും. കാരണം ഇനി ഇതിലാകെ രണ്ടാമത് കൊണ്ട് നരക്കുകൾ ഇനി 3 ഉള്ളൂ. അത്രേ ഇട്ടുള്ളൂ. നല്ല മഴയാണ്. പിന്നെ അതിനിടയിൽ കുറച്ച് തിരുമ്പി എന്നിട്ടൊക്കെ പോയത്. അപ്പം ഇനി ഇതിനും കുറുകാണ്ട് ചോറ് കുറച്ച് വെക്കണം തോന്നുന്നു. ഉച്ചയ്ക്ക് സാമ്പാർ കുറച്ചുണ്ട്. ഇത് വെക്കണമെങ്കിൽ നല്ല വേവുള്ള അരിയല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ് ദോശ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഗോതമ്പ് ദോശ പോലെ ചോറ് കുറച്ചുണ്ട്. ചൂടോടെ ആകുമ്പോൾ രസമാണ് സാമ്പാർ കൂട്ടി കഴിക്കുമ്പോഴേ. അങ്ങനെ എന്തായാലും ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ആ വേവുള്ള അരി ഇട്ടാൽ 10-11 മണിയാവും. മുട്ടുണ്ട്, നമ്മുടെ കോഴിമുട്ട ഉണ്ടാവട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. നാളെ ഇനി നോക്കാം. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ആയിട്ടുള്ളൂ. കാരണം ലൈറ്റിൻ്റെ വെളിച്ചം നല്ല കറുകറാന്നിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ അറിയോ, പുളിങ്ങ ശർക്കര ഒരുപാട് വേണ്ടി വരും. പുള്ളിയോ കൈ പൊള്ളിയപ്പോ അത് ഞാൻ കുടഞ്ഞപ്പോൾ കൈ പൊള്ളി. അമ്മൻ്റെ കൈ പൊള്ളി. സാറില്ല പുള്ളിയ നല്ല പുള്ളിയോ. അപ്പം ഇതൊന്നും കൂടെ കുറുകട്ടെ. ഞാൻ കുറുകിയിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ ഉലുവല്ലേ വറുത്തിട്ട് പൊടിച്ച് വെച്ചാൽ നമ്മീലിട്ട്. അപ്പം ഇനി ഇത്ര മതി. എന്നിട്ട് ആകെ പൊട്ടി തെറിക്കണം. മേലെ ഫുള്ള് തെറിച്ചൊന്നു. അത് ലാസ്റ്റ് ആകുമ്പോൾ ഇനി നാളെ ഇത് വറുത്തിട്ടുള്ളൂ. നാളെയും കൂടെ ഒന്ന് കുറുക്കണം അതൊന്നും കൂടെ. അപ്പം ഈ ഉലുവ വറുത്ത് വെച്ചില്ല അതും കൂടെ അതിലിട്ട് എന്നിട്ട് മൊത്തം കുറുകിയുണ്ട് കേട്ടോ. ഏകദേശം കുറുക്കി ആയിരുന്നു കേട്ടോ. ഇത്രയും തിക്കായിട്ടുണ്ട്. നമുക്ക് കിടക്കണ വരെ അതിൻ്റെ മേലേക്ക് പിന്നെ ഉള്ളിൽ കൊണ്ടയ്ക്കാം. പിന്നെ വെച്ചിട്ട് ചോറ് കുറച്ച് തിളപ്പിച്ച് വാർത്ത് വെച്ചു. പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ചോറിന് വെക്കാനൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കി. പിന്നെ ആ കോഴിമുട്ടയൊക്കെ വെച്ചിട്ടേ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. എന്നിട്ട് അതിൽ മുട്ട ഉണ്ടാവും. അത് പൊട്ടിച്ചിട്ടിട്ട് ഉച്ചക്കത്തെ കറി കുറച്ചുണ്ട്. അതാ ദോശ ഒട്ടിപ്പിടിച്ചെന്ന പാത്രം. അപ്പം എന്നാൽ ഗോതമ്പ് ദോശ കൂടെ ഉണ്ടാക്കിയാൽ ചോറും ഉണ്ട്. അപ്പം ഇനി കഴിക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാം. ചോറുങ്ങൾ കഴിഞ്ഞു. പാത്രങ്ങളൊന്നും കഴിഞ്ഞില്ല. 10 മണി കഴിഞ്ഞു സമയം. അപ്പം ഞാൻ എന്ത് ചെയ്തു പറയുമോ, ഒക്കെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതായാലും 4 മണിക്ക് നീക്കണ്ടേ. അപ്പം കഴുകാച്ചിട്ട് അപ്പം കിടക്കണേൻ്റെ മുന്നേ എന്ത് ചെയ്തു പറയുന്ന മല്ലിയും കൂടെ പൊടിച്ചിട്ടെ. അപ്പം ആ ദോശയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും മാവ് ബാക്കിയായി. ചോറുള്ള ഉണ്ടായിരുന്നു. ദോശ ആർക്കും വലിയ ഇഷ്ടമല്ല. രാവിലേക്കുള്ള അരി അരച്ച് വെച്ചപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ റേഷൻ കടയിൽ കൂടെ പോയി പച്ചരി മേടിച്ചിട്ടാണ് പോകുന്നത്. അത് അരച്ച് വെച്ചു. ചായക്ക് കടി എന്തെങ്കിലും വേണ്ടി വെച്ചിട്ട് അപ്പം തന്നെ ഇതും കൂടെ അത് പൊടിച്ച് വെച്ചു. തറവാട്ട് പോയപ്പോഴേ അവിടുന്ന് കിട്ടിയതത് എന്താ നാരങ്ങ മറ്റേതെന്താ പറയുക, മാതുളി നാരങ്ങ ഉണ്ട്. ഇതെന്താ പറയുക, രണ്ടതിനെന്താ പറയുക, ഒരു മിനിറ്റ്. വടോപ്പുളി, എനിക്കറിയില്ല കേട്ടോ. വടോപ്പുളി എന്നതിന് പറയുക. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ കയ്പില്ല എന്നാ പറഞ്ഞു. നല്ല പുളി ഉണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ മരത്തമ്മ ഉണ്ടാവും. 2 ഉണ്ടാവും. 1 അവിടെ എടുത്ത് 1 വന്നു. പിന്നെ അവിടെ തന്നെ ഉണ്ടായത് കുമ്പളങ്ങ ഉണ്ടാവും. അപ്പം നമുക്കൊരു കുമ്പളങ്ങിൻ്റെ കഷ്ണം കിട്ടി. പച്ചക്കറിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അച്ചാറൊക്കെ നാളെ ഉണ്ടാക്കണുള്ളൂ. ഇതും കൂടെ വേഗം അരക്കട്ടെ, പൊടിച്ചേക്കട്ടെ. പൊടിച്ച് നല്ല ഉറക്കം വരട്ടെ. ഉച്ചയ്ക്ക് വല്ലാതെ കിടന്നൊന്നുമില്ല. പച്ചരിയൊന്നും ഉള്ളിച്ചിട്ടില്ല. ഇനി ഒന്നും കൂടെ നടിച്ചു വരിച്ചിട്ടാണ് കിടക്കാൻ. മൊത്തം കുറച്ചും കൂടെ തിരുമ്പാണ്ട് സോപ്പൊടി ഒക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. തറവാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും പിന്നെ നേരം വൈകി. അപ്പം എനിക്കത് പൊടിച്ചിട്ട് ഇന്ന് കിടക്കട്ടെ. രാവിലെ നേരത്തേക്കുണ്ടല്ലേ. അപ്പോൾ നാളെ പുത്രാടാണ്. ഓണായി. എല്ലാവരോടും ഒരു പ്രാവശ്യം ഞാൻ ഓണാശംസകൾ പറഞ്ഞു. എന്നാൽ കൂടി വീണ്ടും ഓണാശംസകൾ പറയാണ്. എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഞങ്ങൾ ഓണാശംസകൾ പറയണം. അപ്പോൾ പുളിഞ്ചി ഞാൻ ഇവിടേക്ക് കൊണ്ടുവച്ചു. ഉള്ളിലേക്ക് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചു. ഇനി ഉറുമ്പെങ്ങാനും വരണ്ടാച്ചിട്ടേ ഇതിൻ്റെ മേലെ കയറ്റി വെച്ചു. ഇനി നാളെ അവിടെ വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഇതാക്കിയിട്ട് നാളേക്ക് ഇതെന്തായാലും കുറുകും. കാരണം മൺചട്ടിയല്ലേ. നാളെ വറുത്തിടാച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം കേട്ടോ നിർത്തുകയാണ്. അപ്പോൾ
ഇനി നാളെ